ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഓപ്പൺ എക്കണോമി. ഓപ്പൺ എക്കണോമിയെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? An open economy is an economy which has economic relation with other countries of the world with regard to the goods and services, financial asset, etc. അതായത് നേരത്തെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് പഠിച്ചപ്പോൾ നമ്മൾ ചാപ്റ്റർ ലിബറൈസേഷനും പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ പഠിച്ചല്ലേ? ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആ ലിബറൈസേഷൻ ഗ്ലോബലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ലിബറലൈസേഷൻ ഒക്കെ പഠിക്കുന്നത് എന്താണ്? അതിനു മുന്നേ വരെ നമ്മൾ ഫോറിൻ കൺട്രീസുമായിട്ടൊന്നും ട്രാൻസാക്ഷൻസ് ഇല്ലായിരുന്നു. പക്ഷെ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ നമ്മൾ ഫോറിൻ കൺട്രീസുമായിട്ട് ലിങ്ക് ചെയ്തു. അപ്പോൾ ഒരു രാജ്യം ഫോറിൻ കൺട്രീസുമായിട്ട്, അത് നമ്മുടെ ഒരു രാജ്യം എന്താണ് ബാക്കി രാജ്യങ്ങളും അതർ കൺട്രീസുമായിട്ട് നടത്തുന്ന എക്കണോമിക് റിലേഷൻഷിപ്പിനെയാണ് ഓപ്പൺ എക്കണോമി എന്ന് വിളിക്കുന്നത്. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിയാണ്. ഒരു എക്കണോമിയിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് എക്കണോമിക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനെയാണ് ഓപ്പൺ എക്കണോമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കാര്യത്തിലായിരിക്കാം, ഫിനാൻഷ്യൽ അസറ്റ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ആകാം. അപ്പോൾ എന്താണ്, ഒന്ന് ഔട്ട്പുട്ട് മാർക്കറ്റ് വരും. മൂന്ന് രീതിയിലാണ് നമ്മൾ ഒരു ഓപ്പൺ എക്കണോമിയിലുള്ളത്. ഔട്ട്പുട്ട് മാർക്കറ്റ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ്, നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുകയോ എക്സ്പോർട്ട് ചെയ്യുകയോ ആ ഒരു ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. ഫിനാൻഷ്യൽ അസറ്റ് വരും, ഡിബഞ്ചേഴ്സ്, ഷെയർസ്, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകാം. ലേബർ മാർക്കറ്റ്, നമ്മുടെ രാജ്യത്തെ ആളുകൾ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, മറ്റു രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വർക്ക് ചെയ്യാൻ വരുന്നു. അപ്പോൾ എന്താണ്, ലേബർ മാർക്കറ്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് മാർക്കറ്റ് ഉണ്ട്. ലീക്കേജും ഇഞ്ചക്ഷനും. എന്താണ് ലീക്കേജ്, എന്താണ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഔട്ട് ഫ്ലോ. ലീക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബോട്ടിന് ലീക്കേജ് എന്ന് പറഞ്ഞാൽ ആ ബോട്ടിലെ വെള്ളം പോകുന്നു, നമ്മുടെ രാജ്യത്തുനിന്ന് മണി ഫ്ലോ ചെയ്യുന്നു, നമ്മുടെ രാജ്യത്തുനിന്ന് വെളിയിലേക്ക് പോകുന്നതിനെയാണ് ലീക്കേജ് എന്ന് വിളിക്കുന്നത്. ഔട്ട് ഫ്ലോ ആണ് ലീക്കേജ് എന്നും. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ഇൻഫ്ലോ ആണ് എന്ത് വിളിക്കുന്നത്, ഇഞ്ചക്ഷൻ എന്നും വിളിക്കുന്നത്. ഒരു കോൺസെപ്റ്റ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് പേയ്മെന്റ് കോമ്പോണൻസും ആണ് ചോദിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റും ബാലൻസ് ഓഫ് പേയ്മെന്റ് കോമ്പോണൻസും. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? അതായത് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസ് ചെയ്യും അല്ലേ? ട്രാൻസാക്ഷൻസ് ചെയ്യും, അതാണല്ലോ ഓപ്പൺ എക്കണോമി. ഒരു ഓപ്പൺ എക്കണോമി ആകുമ്പോൾ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ട്രാൻസാക്ഷൻസ് ചെയ്യും അല്ലേ? നമ്മൾ പഠിച്ചു, ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസാക്ഷൻസ് ചെയ്യും, ഫിനാൻഷ്യൽ അസറ്റ് ചെയ്യും, ലേബർ ചെയ്യും. അപ്പോൾ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ഒരു വർഷം ചെയ്യുന്ന, നമ്മളിപ്പോൾ എന്താ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന, ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഒരു ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബിസിനസ്സിന് ആ പർട്ടിക്കുലർ ഡേറ്റിൽ അതുവരെയുള്ള അസറ്റ്, ലയബിലിറ്റി, അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ ഒരു സമ്മറി റെക്കോർഡാണ്, അല്ലെങ്കിൽ സമ്മറി ഡീറ്റെയിൽ ആണ്, സമ്മറിയാണ് എന്ത്, ബാലൻസ് ഷീറ്റ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ ഓപ്പൺ എക്കണോമി അല്ലെങ്കിൽ റെസ്റ്റ് ഓഫ് കൺട്രീസ് മറ്റു രാജ്യങ്ങളുമായി ചെയ്ത മോണിറ്ററി ട്രാൻസാക്ഷൻസിന്റെ ഒരു സമ്മറി റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഒരു രാജ്യം ഒരു വർഷത്തിൽ അപ്പം 2024-25 അപ്പോൾ ഒരു രാജ്യം ഒരു വർഷത്തിൽ മറ്റ് കൺട്രീസുമായി ചെയ്ത മോണിറ്ററി ട്രാൻസാക്ഷന്റെ ഒരു സമ്മറി റെക്കോർഡിനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് എ സമ്മറി റെക്കോർഡ് ഓഫ് കൺട്രീസ് മോണിറ്ററി ട്രാൻസാക്ഷൻ വിത്ത് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഇൻ എ ഇയർ. ഒരു വർഷം ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി ചെയ്ത മോണിറ്ററി ട്രാൻസാക്ഷൻസിന്റെ ഒരു സമ്മറി റെക്കോർഡാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഈസി ഡെഫിനിഷൻ ആണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ബോത്ത് വിസിബിൾ ഐറ്റംസും ഇൻവിസിബിൾ ഐറ്റംസും വരും. എന്താണ് വിസിബിൾ ഐറ്റംസ്? അതായത് നമ്മൾ ചെയ്ത ഗുഡ്സ്, നമ്മൾ ചെയ്ത മോണിറ്ററി ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഗുഡ്സിന്റെ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എന്ത് വരും, ഗുഡ്സ് കാണാൻ പറ്റുമോ? അപ്പം വിസിബിൾ ഐറ്റംസ്. ഇൻവിസിബിൾ ഐറ്റം സർവീസ്, നമ്മൾ ചെയ്ത ഗുഡ്സ് ഡീലിങ്സും ഉണ്ടാവും, സർവീസ് ഡീലിങ്സും എവിടെ വരുന്നുണ്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് വരുന്നുണ്ട്. അപ്പം ഗുഡ്സിന്റെ വരുമ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് മാർക്കറ്റ് വരാം, സർവീസ് വരുമ്പോൾ ലേബർ മാർക്കറ്റ് ഒക്കെ വരാം. ബാലൻസ് ഓഫ് പേയ്മെന്റ് രണ്ട് കോമ്പോണൻസ് ആണുള്ളത്, അല്ലെങ്കിൽ രണ്ട് അക്കൗണ്ട്സ് ആണുള്ളത്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് എഴുതുക. കോമ്പോണൻസ് രണ്ടെണ്ണമാണ് ഉള്ളത്, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. രണ്ട് പാർട്ടാണ്. ഒരു ബാലൻസ് ഓഫ് പേയ്മെന്റ് വരച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിന് രണ്ട് പാർട്സ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് റിപ്പോർട്ട്സും ക്യാപിറ്റൽ അക്കൗണ്ട്സും ഉണ്ട്. എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കോമ്പോണൻസ് ഓഫ് കറണ്ട് അക്കൗണ്ട് എന്തൊക്കെയാണ് കറണ്ട് അക്കൗണ്ടിലുള്ളത്? ട്രേഡ് ഇൻ ഗുഡ്സ്, നമ്മൾ ചെയ്ത ഗുഡ്സ് ട്രാൻസാക്ഷൻസ്, ഗുഡ്സ് ഡീലിംഗ്, എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് കാണും. ട്രേഡിംഗ് സർവീസുകൾ വരും, നെറ്റ് ഫാക്ടറി ഇൻകം കോമ്പൻസേഷൻ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഷിപ്പിംഗ്, ബാങ്കിങ്, ഇൻഷുറൻസ്, ടൂറിസം, അങ്ങനെ സർവീസ് കാര്യങ്ങൾ വരും. ട്രേഡിംഗ് ഇൻ സർവീസ്, നമ്മൾ ഇത് സർവീസ് ട്രാൻസാക്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യൂണിലാറ്ററൽ പേയ്മെന്റ് വരും. യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം മെൻഡി നടത്തിയപ്പം യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്നാണ് കൊടുത്തത്. NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് വരും,
കറണ്ട് അക്കൗണ്ടിന് 3 കോൺസെപ്റ്റ് ഉണ്ട്. വിസിബിൾ ഐറ്റംസ്, യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. വിസിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഇൻ ഗുഡ്സ്, നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്. ഇൻവിസിബിൾ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡ് ചെയ്ത സർവീസിന്റെ ഡീറ്റെയിൽസ്. ദെൻ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് അല്ലെങ്കിൽ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയും. അതായത് നമ്മൾ ഫോറിൻ കൺട്രീസിലേക്ക് കുറച്ച് ക്യാഷ് കൊടുത്തു, നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തി, പക്ഷെ അവിടെ നിന്ന് തിരിച്ച് സർവീസ് ഒന്നും നമുക്ക് കിട്ടിയില്ല, അതായത് ഗുഡ്സ് ഒന്നും കിട്ടിയില്ല, ഫ്രീ ആയിട്ട് വെറുതെ ക്യാഷ് കൊടുത്തു. അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിൽ നമ്മൾക്ക് ഇങ്ങോട്ട് ഡൊണേഷൻസോ ഗിഫ്റ്റോ ഒക്കെ കിട്ടി, അതിന് പകരമായി നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ല. അതാണ് യൂണിലാറ്ററൽ. വൺ വേ. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുത്തു, അതിന് പകരമായിട്ട് ക്യാഷ് കിട്ടുക, പക്ഷെ ഒന്നും ചെയ്യാതെ ഉള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ്. പകരം ഒന്നും ചെയ്യാതെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. ഇതൊക്കെയാണ് എവിടെ വരുന്നത്? കറണ്ട് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം കറണ്ട് അക്കൗണ്ട് ബാലൻസ് എങ്ങനെയാകാം? കറണ്ട് അക്കൗണ്ട് സർപ്ലസ് വരുവാണ്. കറണ്ട് അക്കൗണ്ട് ബാലൻസ് സർപ്ലസ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അക്കൗണ്ടിലെ റെസിപ്റ്റ് കൂടുതലും പേയ്മെന്റ് കുറവായിരിക്കും. അതായത് കറണ്ട് അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലെ ഐറ്റംസിന്റെ എല്ലാം ടോട്ടൽ കാണുമ്പോൾ റെസിപ്റ്റുകൾ വരുമാനം കൂടുതലും ചിലവ് കുറവാണ്. നമ്മുടെ റെസിപ്റ്റ് കൂടുതലും പേയ്മെന്റ് കുറവുമാണെങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്ന് വിളിക്കും. കറണ്ട് അക്കൗണ്ട് എപ്പോഴാണ് ബാലൻസ്ഡ് ആകുന്നത്? റെസിപ്റ്റും പേയ്മെന്റും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻസിൽ. കറണ്ട് അക്കൗണ്ടിലെ റെസിപ്റ്റും കറണ്ട് അക്കൗണ്ടിലെ പേയ്മെന്റും ഈക്വൽ ആകുമ്പോൾ അതിനെ എന്ത് വിളിക്കും? കറണ്ട് അക്കൗണ്ട് ബാലൻസ് വിളിക്കും. ബാലൻസ്ഡ് കറണ്ട് അക്കൗണ്ട് എന്ന് വിളിക്കും. കറണ്ട് അക്കൗണ്ട് എപ്പോഴാണ് ഡെഫിസിറ്റ് ആകുന്നത്? അതായത് കറണ്ട് അക്കൗണ്ടിലെ റെസിപ്റ്റ് പേയ്മെന്റിനെക്കാട്ടിലും കുറവാണ്, അതായത് പേയ്മെന്റ്സ് കൂടുതലും റെസിപ്റ്റ് കുറവായി വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നത്. പഠിക്കണം. ബാലൻസ് ഓഫ് ട്രേഡ്, അതായത് നമ്മൾ എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്തെല്ലാം വരുന്നു? ബാലൻസ് ഓഫ് പേയ്മെന്റ് വിസിബിൾ ഐറ്റംസ്, ഇൻവിസിബിൾ ഐറ്റംസ്, അതുപോലെ യൂണിലാറ്ററൽ ട്രാൻസ്ഫേഴ്സ്. നമ്മുടെ ബാലൻസ് ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സിന്റെ അല്ലെങ്കിൽ വിസിബിൾ ഐറ്റംസ് മാത്രം വരുന്ന റെക്കോർഡാണ്. വിസിബിൾ ഐറ്റംസ് മാത്രം വരുന്നതാണ് ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡ് ഒരു സമ്മറി റെക്കോർഡാണ്. അതിൽ എന്താണ്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സേ ഉള്ളൂ. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സ് മാത്രം, അല്ലെങ്കിൽ വിസിബിൾ ഐറ്റം. സർവീസ് ഇല്ല, യൂണിലാറ്ററൽ ട്രാൻസ്ഫർ ഇല്ല. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു കോമ്പൗണ്ട് ആണ്, ഒരു സ്മോൾ വേർഷൻ ആണ് ബാലൻസ് ഓഫ് ട്രേഡ്. ബാലൻസ് ഓഫ് ട്രേഡിൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഓഫ് ഗുഡ്സേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ബാലൻസ് എങ്ങനെ വരാം? ബാലൻസ് ഓഫ് ട്രേഡിനും എന്താണ്? ബാലൻസ് ഓഫ് ട്രേഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനും കുറച്ച് ബാലൻസുകൾ വരാം. ട്രേഡ് സർപ്ലസ് എന്ന് പറയണമെങ്കിൽ നമ്മുടെ രാജ്യത്ത് എക്സ്പോർട്ട് കൂടുതൽ, ഇമ്പോർട്ടിനെക്കാളും കൂടുതൽ എക്സ്പോർട്ട് ഉണ്ട്. നമ്മുടെ രാജ്യം എക്സ്പോർട്ടിങ് കൂടുതലാണെങ്കിൽ ട്രേഡ് സർപ്ലസ് എന്ന് വിളിക്കും. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഈക്വൽ ആണെങ്കിൽ ട്രേഡ് ബാലൻസ് എന്ന് വിളിക്കും. ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഓക്കെ. BOT ആൻഡ് BOP തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസ് ഓഫ് ട്രേഡ് ആൻഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? ബാലൻസ് ഓഫ് ട്രേഡിൽ ഇൻക്ലൂഡ് ഓൺലി വിസിബിൾ ഐറ്റംസ്. ബാലൻസ് ഓഫ് ട്രേഡ് ഞാൻ പറഞ്ഞ എന്താണ്? എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് മാത്രമേ ഉള്ളൂ. അതായത് വിസിബിൾ ഐറ്റംസ് മാത്രമേ ബാലൻസ് ഓഫ് ട്രേഡിലുള്ളൂ. ബട്ട് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ് ദർ ഇസ് ബോത്ത് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റംസ്. വിസിബിൾ ഐറ്റംസ് ഉണ്ട്, ഇൻവിസിബിൾ ഐറ്റംസ് ഉണ്ട്. ബാലൻസ് ഓഫ് ട്രേഡ് എക്സ്ക്ലൂഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഒന്നും എവിടെ ഇല്ല? ബാലൻസ് ഓഫ് ട്രേഡ് ഇല്ല. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് കോമ്പോണൻസ് നമുക്ക് പഠിക്കണം. ബാലൻസ് അക്കൗണ്ട് മേ ബി സർപ്ലസ്, ഡെഫിസിറ്റ് ഓർ ബാലൻസ്. ബാലൻസ് ഓഫ് ട്രേഡ് സർപ്ലസ് ആകാം, ഡെഫിസിറ്റ് ആകാം, ബാലൻസ് ആകാം. പക്ഷെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കും, എപ്പോഴും ബാലൻസ്ഡ് വരത്തുള്ളൂ. ബാലൻസ് ഓഫ് ട്രേഡ് ഒരു നാരോ കോൺസെപ്റ്റ് ആണ്, കാരണം അവിടെ വിസിബിൾ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. വിസിബിളും ഇൻവിസിബിളും എല്ലാം അടങ്ങിയ ഒരു ബ്രോഡർ കോൺസെപ്റ്റ് ആണ് BOP, ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിട്ടേ പോകാവൂ. ഒന്നെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് മാത്രം ചോദിക്കാം, ഈ പോയിന്റ് എഴുതിയാൽ പോരെ. ബാലൻസ് ഓഫ് ട്രേഡ് എഴുതിയാൽ ഈ പോയിന്റ് എഴുതിയാൽ പോരെ. ഡിഫറൻസ് ചോദിച്ചാലും ഇത് എഴുതിയാൽ പോരെ. ഒരു വെടിക്ക് 5-6 പക്ഷി. ഓക്കെ. കോമ്പോണൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റും. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുക പറഞ്ഞാൽ നമ്മൾ ഒരു അസറ്റിൽ മേൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി. നമ്മളൊരു അസറ്റ് ഇൻവെസ്റ്റ് ചെയ്തു, അസറ്റ് പർച്ചേസ് ചെയ്യുന്നു, ഒരു അക്യൂർ ചെയ്യുന്നു, അതിന്റെ മേലുള്ള കൺട്രോൾ നമുക്കാണ്. ഇപ്പോൾ ഒരു ഫോറിൻ കൺട്രിയിൽ പോയി ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. ഫോർ എക്സാമ്പിൾ, ഫോറിൻ കൺട്രിയിലെ ഒരു ഷെയറിലാകാം, ഫോറിൻ കൺട്രിയിലെ ഒരു ബിസിനസ്സിലാകാം, ഫോറിൻ കൺട്രിയിലെ ഒരു അസറ്റിലാകാം ഞാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ആ അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നു, അക്യൂർ ചെയ്യുന്നു, ആ അസറ്റിന്റെ മേലുള്ള കൺട്രോളും എനിക്കുണ്ടെങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ ഒരു അസറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുകയോ
അക്യൂർ ചെയ്യുന്നു, പക്ഷെ അതിന് മേലെ എനിക്ക് കൺട്രോൾ ഇല്ല എങ്കിൽ അതിനെ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. കൺട്രോൾ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, കൺട്രോൾ ഇല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ എവിടെ വരും? ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ വരും. ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സാമ്പിൾസ് FDI, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി ക്യാപിറ്റൽ, റീഇൻവെസ്റ്റഡ് ഏർണിംഗ്സ് ഒക്കെയാണ് എക്സാമ്പിൾസ്. പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റോ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആയ FII, പിന്നെ ഓഫ് ഷോർ ഫണ്ട്സ് ഒക്കെയാണ് വരുന്നത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട്സിലെ അടുത്ത ഐറ്റമാണ് എക്സ്റ്റേണൽ ബോറോയിങ്സ്. വെളിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ബോറോയിങ്സ്, അതായത് ഷോർട്ട് ടേം ബോറോയിങ്സ്, കൊമേഴ്ഷ്യൽ ബോറോയിങ്സ് ഒക്കെ വരാം. പിന്നെ എക്സ്റ്റേണൽ അസിസ്റ്റൻസ്, എക്സ്റ്റേണലിൽ നിന്ന് കിട്ടുന്ന അസിസ്റ്റൻസുകൾ, ഗവൺമെന്റ് എയ്ഡ്, ഇന്റർനാഷണൽ ഗവൺമെന്റൽ മൾട്ടിലാറ്ററൽ ആൻഡ് ബൈലാറ്ററൽ ലോൺസ് ഒക്കെയാണ്, IMF എന്നൊക്കെ എടുക്കുന്ന ലോൺസ് ഒക്കെയാണ് എക്സ്റ്റേണൽ അസിസ്റ്റൻസിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട്സിന്റെ ബാലൻസ് സർപ്ലസ് ആകണമെങ്കിൽ ക്യാപിറ്റൽ ഇൻഫ്ലോ കൂടുതലും ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കുറവായിരിക്കണം. ഇൻഫ്ലോ കൂടുതലും ഔട്ട്ഫ്ലോ കുറവാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ആകുന്ന പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻഫ്ലോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ. ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻഫ്ലോ കുറവും ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ കൂടുതലാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. നമ്മളപ്പം നമ്മുടെ ഡെഫിസിറ്റ് ആണെങ്കിൽ, അതായത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാം? ബാലൻസ് ഓഫ് അക്കൗണ്ട്സ് സർപ്ലസ് ഡെഫിസിറ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആയി എങ്ങനെ ആ ഡെഫിസിറ്റിനെ നമുക്ക് മാറ്റാം? ഫസ്റ്റ് ഓപ്ഷൻ, സെല്ലിംഗ് അസറ്റ് ഇൻ ഫോറിൻ കൺട്രീസ്, നമ്മുടെ ഫോറിൻ കൺട്രീസിലുള്ള അസറ്റുകൾ വിൽക്കുക. ഓക്കെ. അടുത്ത ഓപ്ഷൻ, ബോറോയിങ് ഫ്രം ഫോറിൻ കൺട്രീസ്, ബോറോ ചെയ്യുക. അതല്ലെങ്കിൽ യൂസിങ് കറണ്ട് കൺട്രീസ് റിസർവ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. 3 ഓപ്ഷൻസിലൂടെ നമുക്ക് ഡെഫിസിറ്റ് മാറ്റാം. ഫോറിൻ കൺട്രീസിലെ അസറ്റുകൾ വിൽക്കുക, ഫോറിൻ കൺട്രീസിലെ ബോറോയിങ്സ് നടത്തുക, അതല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് യൂസ് ചെയ്യുക. 3 മെത്തേഡ്. അടുത്ത വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ഓട്ടോണമസ് ആൻഡ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ്. എന്താണ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ്? എന്താണ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ്? ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ത്? അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ് എന്ത്? ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the international economic transactions are called autonomous when transactions are made due to some reason other than bridge gap in balance of payment, that is when they are independent of state of BOP. അതായത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, നമ്മുടെ ഡെഫിസിറ്റ് വരുന്നു, അത് നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തുന്നു, പക്ഷെ ആ ട്രാൻസാക്ഷൻസ് ഒന്നും നമ്മുടെ ഡെഫിസിറ്റുകളെയോ അല്ലെങ്കിൽ സർപ്ലസ് ഒന്നും ഒഴിവാക്കാനായിട്ടില്ല. അതായത് മാർക്കറ്റിലെ ആ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് ഉണ്ടായി, അതായത് മാർക്കറ്റ് ഡെഫിസിറ്റ് ആവുകയോ ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് ആവുകയോ ചെയ്യുന്നു. ആ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ അല്ലെ അതിനെ നേരെയാക്കാനല്ലാതെ ചെയ്യുന്ന ഫോറിൻ ട്രാൻസാക്ഷൻസ് ഒക്കെയാണ് എവിടെ വരുന്നത്? അതിനെയാണ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻ. നോർമലി നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻ അത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതായത് ഡെഫിസിറ്റിനെ റെഡിയാക്കാനായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആകരുത്. നോർമലി നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്, അതാണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻസ് വിച്ച് ആർ മെയ്ഡ് ഡ്യൂ ടു സം റീസൺ അതർ ദാൻ ബ്രിഡ്ജ് ഗ്യാപ്പ് ഇൻ ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഗ്യാപ്പ് ഒഴിവാക്കാൻ അല്ലാതെ ചെയ്യുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ഇന്റർനാഷണൽ എക്കണോമിക് ട്രാൻസാക്ഷൻസിനെയാണ് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ എന്ന് വിളിക്കും അക്കോമഡേറ്റിംഗ്, റെഡിയാക്കാനായിട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ്. Accommodating transaction arise when there is a deficit or surplus in BOP. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താകണം? ബാലൻസ് ആകണം. നമ്മൾ ആ ഡിഫറൻസ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ബാലൻസ് ഓഫ് പേയ്മെന്റ് എപ്പോഴും ബാലൻസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കണം. അവിടെ ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടില്ല, അവിടെ സർപ്ലസ് ഉണ്ടാകാൻ പാടില്ല. അപ്പം ഡെഫിസിറ്റ് ഉണ്ടാകുകയോ സർപ്ലസ് ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ റെഡിയാക്കാനായിട്ട് അതിനെ ട്രാൻസാക്ഷൻസ് റെഡിയാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ആണ് അക്കോമഡേറ്റിംഗ് ട്രാൻസാക്ഷൻസ്. ഇതിനെ എന്ത് വിളിക്കും? ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് എന്നും വിളിക്കാറുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ് ഫ്രം ഓട്ടോണമസ് ട്രാൻസാക്ഷൻ ഇൻ എ ഇയർ ഈക്വൽ ടു ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പെൻഡിച്ചർ. അതായത് ഓട്ടോണമസ് ട്രാൻസാക്ഷൻസിൽ നിന്നുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിംഗ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പെൻഡിച്ചേഴ്സിന് ഈക്വൽ ആയിരിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോണമസ് ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞതാണ് ഓട്ടോണമസ് ഇൻകം കുറവും ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ കൂടുതലും ആയിരിക്കും. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്താണ്? ഫോറിൻ കറൻസീസ് ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. ഫോറിൻ കൺട്രീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് ദ എമൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കറൻസി ടു ബി പേ ടു പർച്ചേസ് 1 യൂണിറ്റ് ഓഫ് ഫോറിൻ കറൻസി. അതായത് $1 വാങ്ങാൻ നമുക്കിപ്പോൾ 85 രൂപ കൊടുക്കണം. അപ്പോൾ $1 കിട്ടണമെങ്കിൽ 85 രൂപ കൊടുക്കണം. അതിനെയാണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്.
ഫോറിൻ കറൻസി പർച്ചേസ് ചെയ്യാൻ എത്ര ഡൊമസ്റ്റിക് കറൻസി കൊടുക്കണം, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് റിലേറ്റീവ് പ്രൈസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ടേംസ് ഓഫ് ഡൊമസ്റ്റിക് ഗുഡ്സ് ഇസ് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇപ്പം നമ്മുടെ ഒരു ഗുഡ്സ് എ എന്ന് പറയുന്ന ഒരു ഗുഡ്സിന് എത്ര രൂപയാണ് ഡോളറിൽ, എത്ര രൂപയാണ് റുപ്പിയിൽ, അതാണ് എന്താണ് വിളിക്കുന്നത് റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഒരു ഗുഡ്സിൻ്റെ ഒരു ഗുഡ്സ് അത് ഫോറിൻ ഗുഡ്സിലും ഡൊമസ്റ്റിക് ഗുഡ്സിലും അതിൻ്റെ പ്രൈസ് തമ്മിലുള്ള റിലേറ്റീവ് പ്രൈസിനെയാണ് എന്ത് വിളിക്കുന്നത്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് കൂടുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് കൂടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും, കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് കൂടുന്നു. അതായത് നമ്മുടെ ഒരു ഡോളറിന് 70 രൂപയാണ്. ഒരു ഡോളറിന് 70 രൂപ കൊടുക്കണം, ₹70 കൊടുക്കണം. ഡോളർ അത് 80 റുപ്പീസായി. അതിൻ്റെ അർത്ഥം എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് കൂടി. ഒരു ഡോളറിൻ്റെ വില 70 രൂപയായിരുന്നു, അത് 80 രൂപയായി. നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു, കറൻസിയുടെ വാല്യൂ കുറയുകയാണ്, കറൻസി ഡിപ്രീസിയേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നു, ഒരു ഡോളർ കിട്ടണമെങ്കിൽ 70 രൂപയുടെ സ്ഥാനത്ത് ഇപ്പോൾ 80 രൂപ കൊടുക്കണം, എക്സ്ചേഞ്ച് റേറ്റ് കൂടി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫോറിൻ കൺട്രീസിന് ഒരു സാധനം വാങ്ങണമെങ്കിൽ നേരത്തെ 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാമെങ്കിൽ ഇപ്പോൾ 80 രൂപ കൊടുക്കണം, കോസ്റ്റ് ഓഫ് ഇമ്പോർട്ട് കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കുറയത്തില്ലേ. അതായത് നേരത്തെ ഒരു $5 ഉള്ളൊരു ഗുഡ്സ് നേരത്തെ എത്രയാണ്, 350 രൂപ കൊടുത്താൽ ആ ഒരു ഗുഡ്സ് വാങ്ങാമായിരുന്നു. പക്ഷേ ഡോളറിൻ്റെ വില 80 രൂപയായി, എക്സ്ചേഞ്ച് റേറ്റ് കൂടിയപ്പോൾ എത്രയാണ്, 400 രൂപ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കൂടിയില്ലേ, ഒരു വെളിയിൽ നിന്നൊരു സാധനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള കോസ്റ്റ് കൂടി. അങ്ങനെ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് നമ്മൾ പിന്നെ വാങ്ങുമോ, ഡിമാൻഡ് കുറയത്തില്ലേ. സപ്ലൈയുടെ കാര്യം, എക്സ്ചേഞ്ച് റേറ്റ് കൂടി. അതായത് എക്സ്ചേഞ്ച് റേറ്റ് കൂടി, ഡോളറിൻ്റെ വില 70 നിന്ന് 80 ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫോറിൻ കൺട്രീസിലേക്ക് ഗുഡ്സ് വിൽക്കത്തില്ലേ, ആളുകൾ നമ്മുടെ ഗുഡ്സ് വാങ്ങുന്നത് കൂടും അല്ലേ, ആളുകൾ നമ്മുടെ ഗുഡ്സ് കൂടുതൽ നമ്മൾ വിൽക്കാൻ തുടങ്ങും, നമുക്ക് പൈസ കിട്ടും, സപ്ലൈ കൂടും. എങ്ങനെയാണ് ഈ നമ്മളിപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് ഇല്ലേ, അതായത് ഒരു ഡോളറിന് 85 രൂപ, ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഒരു ഡോളറിൻ്റെ വില 85 രൂപയാണ്, ഇതെങ്ങനെ കണ്ടുപിടിക്കും, അതിന് 3 മെത്തേഡുണ്ട്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇമ്പോർട്ടൻറ്റ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, മാനേജ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഫസ്റ്റ് മെത്തേഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് മാറ്റാം. ഓക്കെ. മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്ന സിസ്റ്റമാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുന്നു. ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആകുമ്പോഴാണ് ഇക്വിലിബ്രിയം. അതായത് മാർക്കറ്റിലെ ഫോറിൻ എക്സ്ചേഞ്ച് ഡിമാൻഡും ഫോറിൻ എക്സ്ചേഞ്ച് സപ്ലൈയും ഈക്വൽ ആകുന്ന ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെയാണ് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ്. കറൻസി ഡിപ്രീസിയേഷനും കറൻസി അപ്രീസിയേഷനും. ഒരു ഡോളറിൻ്റെ വില 70 രൂപ, ഡോളറിൻ്റെ വില മാറി 80 രൂപയായി. കറൻസിയുടെ വാല്യൂ, അതിനകത്ത് ഡിപ്രീസിയേഷൻ, കറൻസിയുടെ വാല്യൂ കുറഞ്ഞു. കറൻസി അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 70 രൂപ അത് 60 രൂപയായി മാറി, കറൻസിയുടെ മൂല്യം കൂടി, അതാണ് കറൻസി അപ്രീസിയേഷൻ. ഓക്കെ. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചല്ല, ഗവൺമെൻറ് തന്നെ ഒരു റേറ്റ് അങ്ങ് ഫിക്സ് ചെയ്യുന്നു. അതായത് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 85 രൂപ കൊടുക്കണം, അത് ഗവൺമെൻറ് ആണ് ഫിക്സ് ചെയ്തത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചല്ല, ഗവൺമെൻറ് തന്നെ ഒരു റേറ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്, ഗവൺമെൻറ് ആണ് ഫിക്സ് ചെയ്യുന്നത്. ഇതിനെ പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നും വിളിക്കുന്നു. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് MCQ ചോദിക്കാം. പെഗ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നും വിളിക്കുന്നു. ഡീവാലുവേഷൻ, അതായത് എക്സ്ചേഞ്ച് റേറ്റ് കൂടി, അതായത് 70 രൂപ ഉണ്ടായിരുന്ന ഡോളർ 80 രൂപയായി, അതാണ് എക്സ്ചേഞ്ച് റേറ്റ് കൂടി, അതിനെ എന്ത് വിളിക്കും, ഡീവാലുവേഷൻ അല്ലെങ്കിൽ കറൻസി ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കും. എക്സ്ചേഞ്ച് റേറ്റ് കുറഞ്ഞു, 70 രൂപ ഉണ്ടായിരുന്ന ഡോളർ 60 രൂപയായി, കറൻസിയുടെ വാല്യൂ കൂടി, കറൻസി അപ്രീസിയേഷൻ അല്ലെങ്കിൽ റീവാലുവേഷൻ എന്ന് വിളിക്കുന്നു. മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. എന്താണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്? ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. അതായത് ഇപ്പോൾ നോർമലി യൂസ് ചെയ്യുന്നത് എന്താണ്, ഫ്ലെക്സിബിൾ അനുസരിച്ച് മാർക്കറ്റിലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് റേറ്റ് കണ്ടുപിടിക്കും.
ഫിക്സഡ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഗവൺമെൻറ് ഫിക്സ് ചെയ്യും. ഇത് രണ്ടുകൂടെ ചേർത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ഡിമാൻഡ് ആൻഡ് സപ്ലൈയും നോക്കി ഗവൺമെൻറ് ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ഗവൺമെൻറ് റേറ്റ് ഫിക്സ് ചെയ്യുന്ന സിസ്റ്റമാണ് മാനേജ്ഡ് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്. ഇതിനെ ഡേർട്ടി ഫ്ലോട്ടിംഗ് എന്നും വിളിക്കും. ഓക്കെ, ഫോറിൻ ഇന്റർനാഷണൽ ലെവലിലൊക്കെ എങ്ങനെയാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്നത്? ഗോൾഡ് സ്റ്റാൻഡേർഡ്. എന്താണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്? അണ്ടർ ദ സിസ്റ്റം ഓൾ കറൻസീസ് വെർ ഡിഫൈൻഡ് ഇൻ ടേംസ് ഓഫ് ഗോൾഡ്. കറൻസീസിനെല്ലാം ഗോൾഡിന്റെ ബേസിസിൽ കണ്ടുപിടിക്കും. ഗോൾഡ് വാല്യൂ അനുസരിച്ച് കണ്ടുപിടിക്കും. ബ്രെറ്റൺ വുഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1944 1944 ഇംഗ്ലണ്ടിൽ നടന്നൊരു കോൺഫറൻസിൽ വെച്ചാണ് ഈ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ബ്രെറ്റൺ വുഡ് ട്വിൻസ് എന്നറിയ ഒരു കോൺഫറൻസ് അനുസരിച്ചാണ് ആ ഒരു ബേസിസിൽ ഇംഗ്ലണ്ടിലെ കുറേ രാജ്യങ്ങൾ ചേർന്ന് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണിത്. IMF, വേൾഡ് ബാങ്ക്, രണ്ട് ഓർഗനൈസേഷൻ ഈ ഒരു സിസ്റ്റത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു കോൺഫറൻസിന് ശേഷമാണ് ഉണ്ടായത്. ആ ഒരു കോൺഫറൻസ് വന്ന രണ്ട് തീരുമാനങ്ങളാണ്: US ഗ്യാരണ്ടി ടു കൺവേർട്ട് ഡോളർ ഇൻ ടു ഗോൾഡ്. ഡോളറിനെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ US ഗ്യാരണ്ടി കൊടുത്തു. പിന്നെ ഈ ഡോളേഴ്സിൽ ട്രാൻസാക്ഷൻസ് നടത്താൻ US അനുവാദവും കൊടുത്തു. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്, അതായത് IMF-ലെ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിന് ഒഫീഷ്യൽ റിസർവ് സപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അസറ്റാണ്, ഇന്റർനാഷണൽ അസറ്റാണ് സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് എന്ന് വിളിച്ചാൽ. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. അപ്പോൾ ഒരു ഓപ്പൺ എക്കണോമി ആകുമ്പം ഹൗസ് ഹോൾഡിൻ്റെ ഡിമാൻഡ് വരുമ്പോൾ C, ഫേമിൻ്റെ വരുമ്പം I, ഗവൺമെൻറ് ഉണ്ട്, എന്തുണ്ട്, X-M കൂടെ വന്നു. ഓക്കെ, ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ C+I+G+X-M. ഇവിടെ ഉള്ള മൾട്ടിപ്ലയർ ആണ് ഓപ്പൺ എക്കണോമി മൾട്ടിപ്ലയർ. ഡെൽറ്റ വൈ ഡിവൈഡ് ബൈ ഡെൽറ്റ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 1/1 - C പ്ലസ് ഒരു M കൂടെ ഉണ്ട്. 1/1 - C പ്ലസ് M കൂടി ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ.